പ്രതീക്ഷിക്കാത്ത നിമിഷങ്ങളിലാണ് അധികാരത്തിന്റെ അണിയറകളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. പലപ്പോഴും ക്യാമറ കണ്ണുകൾ മുന്നിൽ പുഞ്ചിരിക്കുന്നവർ അടച്ചിട്ട മുറിക്കുള്ളിൽ പരസ്പരം വിരൽ ചൂണ്ടുന്നത് എന്തിനായിരിക്കും? അത്തരത്തിലൊരു അടിയന്തര ഫോൺ കോൾ. അപ്പുറത്ത് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ, ഇപ്പുറത്ത് ഒരു ജില്ലയുടെ മുഴുവൻ അധികാരവുമുള്ള ജില്ലാ കളക്ടർ. ആ ഫോൺ കോളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഉയർത്തിയ ചോദ്യം ഇതായിരുന്നു: എവിടെയാണ് നിങ്ങളുടെ റവന്യൂ ഉദ്യോഗസ്ഥർ? ഈ ഒരൊറ്റ ചോദ്യം വെറുമൊരു വാക്കല്ല, മറിച്ച് ഭരണസിരാ കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച വലിയൊരു അസംതൃപ്തിയുടെ കാത്തിരുന്ന് പൊട്ടിയ ഒരു അഗ്നിപർവ്വതത്തിന്റെ തുടക്കമായിരുന്നു. കേരളത്തിന്റെ മലയോര മേഖലകൾ ഇന്ന് അശാന്തമാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ഒരു ദുരന്തം പാഞ്ഞെടുക്കാമെന്ന ഭീതിയിലാണ് ജനങ്ങൾ. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളും കാട്ടുതീയും അതിർത്തി തർക്കങ്ങളും നിരന്തരം വാർത്തകളിൽ നിറയുമ്പോൾ ഉത്തരവാദിത്തം ആർക്കാണെന്ന ചോദ്യം എപ്പോഴും വായുവിലുയർന്ന് നിൽക്കുന്നുണ്ട്. സാധാരണയായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വനം വകുപ്പിന് നേരെയാണ് ആദ്യത്തെ വിരൽ ചൂണ്ടുന്നത്. ജനങ്ങളും മാധ്യമങ്ങളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. എന്നാൽ ഈ വലിയ പ്രതിസന്ധിക്ക് പിന്നിൽ വനം വകുപ്പ് മാത്രമല്ല, മറ്റൊരു പ്രധാന വകുപ്പിന്റെ നിശബ്ദതയും ഉദാസീനതയും കൂടിയുണ്ടെന്ന യാഥാർത്ഥ്യം പലരും തിരിച്ചറിയുന്നില്ല. ആ തിരിച്ചറിവാണ് ഇപ്പോൾ മന്ത്രി ഷിബു ബേബി ജോണിനെ നേരിട്ട് രംഗത്തിറങ്ങാൻ പ്രേരിപ്പിച്ചത്. സംഭവം നടക്കുന്നത് ഒരു അടിയന്തര സാഹചര്യത്തിലാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ ചില അടിയന്തര ഇടപെടലുകൾ നടത്തേണ്ടതുണ്ടായിരുന്നു. വനാതിർത്തികളിലെ തോട്ടങ്ങളുടെ പരിശോധന, കാട് മൂടിക്കിടക്കുന്ന സ്വകാര്യ ഭൂമികൾ അടിയന്തരമായി വൃത്തിയാക്കൽ, വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാര വിതരണം തുടങ്ങിയവയെല്ലാം ഇതിൽപ്പെടും. എന്നാൽ ഈ വക കാര്യങ്ങളിൽ ഫയലുകൾ നീങ്ങണമെങ്കിൽ വനം വകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ. ഭൂമിയുടെ അവകാശവും ക്രമസമാധാനവും കൈയാളുന്ന റവന്യൂ വകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ കൂടിയേ തീരും. നിയമപ്രകാരം റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്നാൽ നിർണായകമായ ആ സമയത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാത്തുനിന്നിട്ടും റവന്യൂ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നും ഉണ്ടായില്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പലരും ഈ ഗുരുതരമായ സാഹചര്യത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്ന വിവരം വനം മന്ത്രിയുടെ കാതുകളിലെത്തുന്നു. വനം വകുപ്പ് മന്ത്രി പ്രതിക്കൂട്ടിൽ നിൽക്കുകയും യഥാർത്ഥത്തിൽ കൂട്ടുത്തരവാദിത്തം കാണിക്കേണ്ടവർ സുരക്ഷിതമായി മാറി നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഒടുവിൽ മന്ത്രി ഷിബു ബേബി ജോണിന്റെ ക്ഷമ കെട്ടു. അദ്ദേഹം നേരിട്ട് കളക്ടറെ ഫോണിൽ വിളിക്കുകയായിരുന്നു. ആ വിളിയിൽ ഔദ്യോഗികമായ മര്യാദകളെക്കാൾ ഉപരി ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ചോദ്യങ്ങളാണ് ഉയർന്നത്. എവിടെയാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്ന് മന്ത്രി ചോദിക്കുമ്പോൾ അത് ഭരണ സംവിധാനത്തിലെ ഏകോപനമില്ലായ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു. വനമന്ത്രി ഷിബു ബേബി ജോണിന്റെ ഈ അപ്രതീക്ഷിതവും ശക്തവുമായ ഇടപെടൽ റവന്യൂ വൃത്തങ്ങളിൽ വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുള്ള ഈ ശീതയുദ്ധം പുതിയതല്ലെങ്കിലും അത് പരസ്യമായി ഇത്തരമൊരു തലത്തിലേക്ക് ഉയരുന്നത് ഇതാദ്യമായാണ്. കളക്ടർമാർക്ക് മന്ത്രി നൽകിയ ഈ കടുത്ത മുന്നറിയിപ്പ് താഴെത്തട്ടുള്ള ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കഴിഞ്ഞു.